ഈ പുസ്തകത്തെക്കുറിച്ചും പുസ്തകത്തിൻ്റെ വിവിധ വശങ്ങളിലുള്ള കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഇവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അതിലപ്പുറം ഇത്തരം ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മനഃശാസ്ത്രത്തിലുള്ള നിരീക്ഷണങ്ങൾ വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ടും ഈ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ സൈക്കോളജിയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിലുള്ള ഗവേഷണങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ചില നിരീക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ പഠിച്ചുകൊണ്ടിരിക്കപ്പെടുന്ന വിഷയത്തിൽ പലപ്പോഴും ഒരു സാധാരണ മനസ്സിൽ തോന്നുന്ന ഒരു നിർവചനത്തിന് അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമം നടക്കുകയും കൂടുതലും കാര്യങ്ങളെ ഒബ്ജക്റ്റീവായിട്ട് കാണാനും സയൻസ് എന്നുള്ള പേര് നേടിയെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങളായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് മനഃശാസ്ത്രം കൂടുതലും ചേർന്ന് നിൽക്കാൻ ശാസ്ത്രീയമായിട്ട് ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും എക്സ്പെരിമെൻ്റൽ മെത്തേഡുകളുണ്ടോ, കോഗ്നിറ്റീവ് സയൻസുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടോ, ന്യൂറോ സയൻസുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ടോ ഒക്കെയുള്ള ശ്രമങ്ങൾ അവസരങ്ങൾ ഉണ്ടാകാം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പുതപ്പാട്ടിലെ അമ്മയ്ക്ക് കുഞ്ഞിനോട് എന്താണുള്ളത്? കുഞ്ഞിനോട് സ്നേഹമാണ്, അമിതമായ സ്നേഹമാണ്, മറ്റൊന്നിനേക്കാളും അപ്പുറത്തെന്ന് പറയുന്ന സ്നേഹമാണ്. പക്ഷേ ആ സ്നേഹത്തിൻ്റെ പ്രകടനത്തിൽ നമ്മൾക്ക് ശക്തമായ ദേഷ്യവും, അതായത് ഇതിൽ ഭൂതം പേടിക്കുന്ന ഏറ്റവും വലിയ കാര്യമായ ശാപം വരെ എത്തുന്ന തരത്തിൽ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ആനിമൽ ബിഹേവിയർ കാണുന്നത് പോലെ. ഇപ്പോൾ ഒരു നായയ്ക്ക് കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിനോട് നായയ്ക്ക് സ്നേഹം തന്നെയാണ്, പക്ഷെ അതുവഴി പോയാൽ കടി കിട്ടും എന്ന് പറയുന്ന പോലെ രണ്ട് എക്സ്ട്രീമും ഒരേ സമയത്ത് കാണിക്കുന്നത് പോലെയുള്ള പെരുമാറ്റങ്ങൾ നമ്മൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ നമ്മളല്ലാത്തൊരു സ്വഭാവമുണ്ട് എങ്കിൽ ഇന്ന് നമ്മൾ പറയുമ്പോൾ പ്രസവിക്കാൻ അമ്മയ്ക്കേ പറ്റുള്ളൂ, പോറ്റാൻ ആർക്കും സാധിക്കും എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും മാറി ചിന്തിക്കുന്ന തരത്തിലേക്ക് ഈ ഹൈലി ഇമോഷണൽ ആവുന്ന സമയത്ത് ഒരു മനസ്സ് മാറുന്നില്ല എന്ന് പറയുന്ന ഒരു പ്രവണത അതിൽ കാണാം. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു റിസർച്ച് വർക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ പുതുതായി അമ്മയാകുന്നവരോട് അമ്മയാവുന്നതിനെ കുറിച്ചൊന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അമ്മയാവുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പറയുന്നു, ഇപ്പം ഇന്നത്തെ ഒരു ചെറുപ്പക്കാരിയായ കുട്ടിയോട് സംസാരിക്കുകയാണെങ്കിൽ അവരൊരു 27 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്നിരിക്കട്ടെ. അവർ ശരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ അമ്മയുടെ ഗ്ലോറിഫിക്കേഷൻ കൊണ്ടുള്ള ഇടങ്ങേറുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കുട്ടി ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കുട്ടി ഉണ്ടായി, കുട്ടിയെ കയ്യിലെടുക്കുന്നു, കുട്ടിയെ താലോലിക്കുന്നു, പക്ഷേ കുട്ടിയെ താഴെ വെക്കണം എന്ന് പറഞ്ഞ് എനിക്ക് മറ്റു പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ പല കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന ആളാണ്, സാമൂഹ്യ പ്രവർത്തകയായിരുന്നു, ഞാൻ പാർട്ടിയിലുണ്ടായിരുന്നു, ഞാൻ ജോലി അന്വേഷിക്കുന്നു, എനിക്ക് മറ്റ് പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും അമ്മയായാൽ ഇതിങ്ങനെയോ എന്ന് പറയുന്ന ആ ഗ്ലോറിഫിക്കേഷൻ കൊണ്ടുള്ള ഇടങ്ങേറ് അനുഭവിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ടെങ്കിൽ ഈ ഭാവനാത്മകമായി സംസാരിക്കുമ്പോൾ നമുക്ക് അത്തരം തരത്തിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റൊരു ഗവേഷണവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ ആ കുട്ടി പഠിച്ച കാര്യം ഇങ്ങനെയായിരുന്നു. അമ്മായിയമ്മ മരുമകൾ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്ന സ്ഥലം, അവിടെ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളിൽ ഓർത്തു വെക്കപ്പെട്ടിട്ടുള്ള നിങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടെത്തിയ കാര്യം, ഒരു സമയത്തും അമ്മായിയമ്മ സ്നേഹത്തോടെ മറ്റൊരു സ്ത്രീയെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് അവരുടെ സംസാരത്തിലിടയ്ക്ക് വന്ന് നീ എന്താ വിചാരിച്ചത്, പൂവമ്പഴം തിന്നുന്നത് പോലെ എളുപ്പമാണെന്ന് വിചാരിച്ചു. അമ്മായിയമ്മയ്ക്ക് ചായ ഉണ്ടാക്കി കൊണ്ടു കൊടുത്ത മരുമകളോട്, ഒരു പുതുമോടിയിലുള്ള മരുമകളോട് അമ്മായിയമ്മ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ചായയുടെ ഗുണമോ ദോഷമോ ഒക്കെ പറയുന്നതായിരിക്കും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ പറഞ്ഞത് ഇങ്ങനെയാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, അത് മാത്രം നീ ചെയ്താൽ മതി, അല്ലാതെ എനിക്ക് രാവിലെ തന്നെ ചായ ഒന്നും ഉണ്ടാക്കി കൊണ്ട് തരണ്ട എന്ന് പറയുന്ന തരത്തിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഹൈലി ഇമോഷണൽ ആവുന്ന സമയത്ത് റിയലി നമ്മൾ നേരത്തെ പറഞ്ഞ ആ കൾച്ചേർഡ് ബിഹേവിയറൊക്കെ എവിടേക്കോ പറന്നു പോകുന്നതായിട്ടും ചിലപ്പോൾ തിരിച്ചു വളരെ പ്രിമിറ്റീവായി വന്നുകൊണ്ട് ഇവിടെ എനിക്ക് ഓണർഷിപ്പുള്ള എൻ്റെ കുട്ടിയെ തട്ടിയെടുക്കാൻ വന്ന ആരോ ആണോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന അവസരങ്ങളുണ്ടാവുന്നു. ഇതിൽ കണ്ട മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇവിടെ വളരെയധികം കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്ന മകൻ എന്ന് പറയുന്നൊരു കഥാപാത്രം, അയാൾക്ക് ഭാര്യയോട് തീർച്ചയായിട്ടും ആകർഷണമുള്ള ഒരു സാഹചര്യവും സമയവും തന്നെയാണെന്നുള്ളത് കൊണ്ട് അവിടെ അയാൾക്ക് എതിർത്തു പറ്റാതെ പോകുന്ന ഒരു അമ്മ അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ചിലപ്പോൾ ന്യൂറോളജിക്കലി തന്നെ അല്ലെങ്കിൽ ന്യൂറോ സയൻസിൻ്റെ രീതികളിൽ കൂടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമുക്ക് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റുകളിലേക്ക് പോകാൻ പറ്റാത്ത ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രായമുണ്ട്. അതായത് ഒരു കുഞ്ഞു കുട്ടിയോട് നമ്മൾ വിവാഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് അറിയില്ല എന്നുള്ളതുപോലെ അമ്മ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായിട്ടുള്ള ചില ബോധ്യങ്ങൾ, അതായത് ഇങ്ങനെ ഒരു വ്യക്തി ഇതെൻ്റെ സ്വന്തമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയത്ത്, അവിടെ സൗന്ദര്യ സങ്കല്പം എന്താണെന്ന് അറിയാത്ത സമയത്ത്, അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാൻ സംസാരിക്കാനും പറ്റാത്തിടത്ത്, ഭാഷ രൂപപ്പെടാത്തിടത്ത് അമ്മയെ പല സമയത്തും സൗന്ദര്യത്തിൻ്റെ ലെവലിലല്ല ആളുകൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അമ്മയോടുള്ള ആകർഷണം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ഇൻസ്റ്റിങ്ക്ച്വൽ ആയിട്ടുള്ള ആകർഷണം തന്നെയാണ്, മറിച്ച് വേറൊരു തരത്തിലേക്കും വരുന്നില്ല. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്ന മകൻ ചിലപ്പോൾ ഈ ഭാര്യയെയും തൃപ്തിപ്പെടുത്തണമല്ലോ. അപ്പോൾ അവർ ഒരു ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരുന്നു, ഭാര്യയ്ക്ക് വേണ്ടി പ്രത്യേകമായി വാങ്ങിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഭാര്യ പറയുന്നത് എനിക്ക് അവിടെ ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ല, നമുക്ക് ബെഡ്റൂമിൽ ഇരുന്ന് കഴിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ഇൻഡെപ്ത് സ്റ്റഡി നടത്തുമ്പോഴത്തേക്കും കാണുന്നത് നമുക്ക് ഒരു കാര്യം നമുക്ക് രുചിയോടെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം. റിലാക്സ്ഡ് ആവുന്നത് മറ്റൊരാളുടെ മുമ്പിൽ ആവുന്നില്ല എന്നുള്ളതാണ്. ബെഡ്റൂമിൽ ഇരിക്കുമ്പോഴാണ് ഈ സ്ത്രീ റിലാക്സ്ഡ് ആവുന്നത്, അപ്പോഴാണ് രുചിയോടെ കഴിക്കാൻ പറ്റുന്നത്. എന്നാൽ ഇതിൻ്റെ വേസ്റ്റ് കളഞ്ഞാൽ അമ്മായിമ്മ പോയി അത് കണ്ടുപിടിക്കുകയും ചെയ്യും എന്നുള്ള സാധനം ഉണ്ടാവും. ഇത് നേരെ തിരിച്ചു വരുന്നൊരവസരം ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ പെൺകുട്ടി അവിടെ തന്നെ നിൽക്കുന്നു, മക്കളുണ്ടാവുന്നു, കുറച്ച് അധികാരത്തിൻ്റെ ഒരു ലെവലിലേക്ക് വരുന്നു. അമ്മായിയമ്മയുടെ ഓൾഡ് ഏജിലേക്ക് വരുമ്പോഴത്തേക്കും അമ്മായിയമ്മയ്ക്ക്, അതായത് സോക്കോൾഡ് അമ്മയ്ക്ക് മകൻ വാങ്ങിക്കൊണ്ടുവരുന്ന ചില സാധനങ്ങൾ എടുത്തുകൊണ്ട് അമ്മയുടെ മുറിയിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. ഞാനില്ലടാ മോനെ, ഞാൻ അവിടെ അങ്ങ് മാറിയിരുന്ന് കഴിച്ചോളാം എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ ഒരു പൊസിഷൻ മാറി വരുന്നതായിട്ട് കാണുന്നു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, നമ്മൾ എത്ര തന്നെ കൾച്ചേർഡ് എന്ന് പറഞ്ഞാലും അഭിനയിക്കാനായിട്ട് ഒരു പരിധിക്കപ്പുറം പറ്റാത്ത തരത്തിലേക്ക് ഈ ബൈനറികളെ ശരിവെച്ചുകൊണ്ട് നീങ്ങുന്നൊരു പ്രവണത ഇമോഷണൽ ആവുമ്പോൾ, ശക്തമായിട്ട് ഇമോഷണൽ ആവുമ്പോൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതിൽ തോന്നിയൊരു കാര്യം, ഈ നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ളതാണ്. കണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് പോലെയല്ല തൊട്ടതിനെക്കുറിച്ചും മണത്തതിനെക്കുറിച്ചും രുചിച്ചതിനെക്കുറിച്ചും പറയുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചില കൃത്യമായിട്ടുള്ള പ്രയോഗങ്ങൾ വളരെ വിദഗ്ധമായി ഭാഷയിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഉണ്ണിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഉണ്ണിയുടെ പതുപത്ത ഭാഗങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൽ മറ്റൊരു ചോദ്യമില്ല, അവിടെ അങ്ങനെ തന്നെയാണ് എന്നുള്ളത്. പലപ്പോഴും ഇഷ്ടക്കേട് കാണിക്കാനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയും അങ്ങനെയാണെന്ന് കാണുന്നു. അതായത് അവരെന്നെ ചീത്ത വിളിച്ചു, അവരെന്നോട് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞതിന് നിങ്ങൾക്ക് വന്ന് വെരിഫൈ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ അവർ നല്ല നാറ്റാണ്, വൃത്തിയില്ല എന്നൊക്കെ പറയുന്നത് പല സമയത്തും എനിക്ക് അത് ഛർദ്ദിക്കാൻ വരുന്ന മണം ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് വന്ന് വെരിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. മാത്രമല്ല മണത്തിനെയും രുചിയെയും ഒക്കെ നമ്മൾ തരംതിരിക്കുന്നത് നല്ലത് ചീത്തത് എന്നുള്ള രീതിയിലാണ്, അല്ലാതെ കൂടുതൽ ഭാഷകൾ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നും കാണുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത് മറ്റു വിധത്തിൽ വെരിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷകളായിട്ട് അതിൽ കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഉണ്ണിയെ അവതരിപ്പിക്കുന്ന രീതിയിലും അങ്ങനത്തെ കാര്യങ്ങൾ, മണമേറും അന്തിയിൽ ബന്ധുഗൃഹം പോകാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതും ഉണ്ണിയുടെ നനുനനുത്ത തൊടയെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെയുള്ള അത്തരം കാര്യങ്ങൾ നമുക്ക് മറ്റൊരു രീതിയിൽ ഇനി ഒരു ചോദ്യം വേണ്ട, അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ശരി എന്ന് പറയുന്ന രീതിയിൽ വരികയും അത് അമ്മയുടെ വളരെ ആകർഷണം തോന്നുന്ന ഒരു കാര്യമായിട്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ ഈ അമ്മ സങ്കല്പത്തിനെ നമുക്ക് മാറ്റിമറിക്കാനാവാത്ത അത് തന്നെയാണ് ശരി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് വരുന്നുണ്ടെങ്കിലും ഈ ഞാൻ പറയണ്ടായി, അതായത് ഈ പവർ മാറി മറിയുന്നു എന്ന് പറയുന്നത് പോലെ ഈ ബൈനറിയിൽ നിന്ന് നമ്മൾക്ക് മാറി നിൽക്കേണ്ട അവസരം ചിലപ്പോൾ പവറുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം നേരത്തെയുള്ള അവതരണത്തിൽ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ചിലർ അങ്ങനെയാവുന്നു എന്നൊക്കെ പോലുള്ള ചോദ്യങ്ങൾ ചില കാര്യത്തിലെങ്കിലും നമ്മൾ കർഷകനെ മനസ്സിലാക്കാനോ ഒക്കെ ശ്രമിക്കുന്നു. ജന്മിയെ തിരിച്ചറിയാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ആ പൊസിഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു റീഡിങ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും ഒരു കൾച്ചേർഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ബുക്കിൽ വളരെ വിശദമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. പ്രകൃത്യാലുള്ളതിനെ മനുഷ്യൻ്റെ ബുദ്ധി കൂടി ഉപയോഗിച്ച് മാറ്റിയെടുക്കുന്നതിൽ തീർച്ചയായും കൾച്ചർ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു. അങ്ങനെ മാറ്റിയെടുക്കുന്ന എന്ത് തന്നെയാണെങ്കിലും അപ്പം അതെല്ലാം തന്നെ എന്ന് പറയാൻ പറ്റും. പ്രകൃത്യാൽ രൂപപ്പെട്ടതല്ലാത്ത മാറ്റിയെടുക്കലിന് വിധേയമായ എല്ലാ കാര്യങ്ങളും കൾച്ചേർഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, പവർ എന്ന് പറഞ്ഞിടത്തും ഒരു കൾച്ചറുണ്ട്. അത് എക്സസൈസ് ചെയ്യുന്നിടത്തും ആ രൂപപ്പെട്ടു വന്ന സ്വഭാവം എന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ മനുഷ്യൻ പ്രോഗ്രസീവ് ആവുന്നു എന്ന് പറയുന്നത് അത് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ അനലൈസ് ചെയ്ത പുത്തൻകലവും എന്നുള്ള കവിതയിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ് എങ്ങോട്ടാണ് മനുഷ്യൻ മാറി നിൽക്കേണ്ടതെന്നുള്ളത്. ആന്ത്രപ്പോളജിക്കലി അങ്ങനെ മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രൂപപ്പെട്ടു വന്നതായിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഘടകങ്ങൾ മനസ്സിലാക്കുന്നു, ഘടകങ്ങൾ തമ്മിലുള്ള രേഖീയമായ ബന്ധം മനസ്സിലാക്കുന്നു എന്ന് പറയുന്നിടത്ത് രേഖീയമായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണുന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും മാൻമെയ്ഡ് ആയിരിക്കും, നാച്ചുറലായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് കാണുന്നു. എന്നാൽ ആന്ത്രപ്പോളജിക്കലായിട്ടും ബിഹേവിയറലായിട്ടും നമ്മൾ വസ്തുതകളെ എടുത്തു പരിശോധിച്ചാൽ അവിടെയും രേഖയില്ല, മറിച്ച് അത് ബന്ധങ്ങളുണ്ടെങ്കിൽ അത് കർവി ലീനിയർ ആയിരിക്കും, മൾട്ടി ലീനിയർ ആയിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്ട്രെയിറ്റ് ലൈൻ കാണുന്നില്ല എന്നുള്ളതാണ്. സ്ട്രെയിറ്റ് ലൈനെ കുറിച്ച് വല്ലയിടത്തും പറയുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽ അതിനെ പറ്റി കേൾക്കാൻ സാധിക്കും. ഒന്ന്, ഇപ്പോൾ ഫ്രാക്ടറൽസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഫിസിക്സിലെ ഒക്കെ കാര്യത്തിൽ അവർ പറയുന്നത് ചില ഘടനകളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഒരു വലിയ കാര്യത്തിൻ്റെ ഘടനയെ ഉള്ളിലേക്ക് കടന്ന് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ റെപ്രസെൻറ്റേഷൻ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു രൂപങ്ങളെ ഉള്ളിൽ കാണാൻ സാധിക്കും. ഒരു മരത്തിനെ പഠിക്കുകയാണെങ്കിൽ മരത്തിൻ്റെ ബ്രാഞ്ചുകൾ, അല്ലെങ്കിൽ ഒരു ശരീരത്തിനെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സിരകളുടെ വിന്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷനെ നോക്കുകയാണെങ്കിൽ, പ്രകൃതിയിൽ നോക്കുകയാണെങ്കിലൊക്കെ ഇങ്ങനെ കാണും എന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഒരു തലത്തിൽ നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പാരഡിം എന്ന് പറയുന്നതിന് പല തലങ്ങളിൽ നിന്ന് നമുക്ക് ഉദാഹരണങ്ങൾ ചിലപ്പോൾ എടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു വിശദീകരണം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഫിസിക്സിൽ നിന്ന് ചിലപ്പോൾ ഉദാഹരണം പറയാൻ പറ്റും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ നിങ്ങൾ എങ്ങനെ പഠിക്കും? മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനവിടെ ഒരു ക്ഷണനേരത്തേക്ക് അതിനെ നിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ പാർട്ടിക്കിളിൻ്റെ നേച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. എന്നാൽ കുറേയും കൂടി ആഴത്തിലുള്ള വിശകലനങ്ങളിലേക്ക് പോകുമ്പോൾ, ഉദാഹരണമായിട്ട് ക്വാണ്ടം ഫിസിക്സ് പോലുള്ള സ്ഥലത്തേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ ആ തിയറികളെ വീണ്ടും പൊളിച്ചെഴുതിക്കൊണ്ട് അല്ല, കണികാ സ്വഭാവവും മൂവ്മെൻറ്റും ഒരേ സമയം നിലനിർത്തിക്കൊണ്ടുള്ള പഠനങ്ങളാണ് ആവശ്യമാവുന്നത് എന്നുള്ള രീതിയിലുള്ള മാറ്റങ്ങളും കാണുന്നുണ്ട്. ഇത് ഫിസിക്സിൽ ഞാനത് എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെയാണ് നമ്മൾ ബിഹേവിയറലായിട്ടും സോഷ്യലായിട്ടും ആന്ത്രപ്പോളജിക്കലായിട്ടും നോക്കിയാൽ. പക്ഷേ ഒരു പഠനത്തിൻ്റെ ആവശ്യത്തിന് ചിലപ്പോൾ ഒരു കഷ്ണം മുറിച്ചെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കഷ്ണമായിട്ടായിരിക്കും കാണുന്നത് എന്നുള്ളത്. അതായത് ബിഹേവിയർ ഹോളിസ്റ്റിക് ആയിട്ട് സംഭവിക്കുമ്പോൾ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഒരു കഷ്ണം എടുക്കേണ്ടതായിട്ട് വരും. ഒരു ഹ്യൂമൻ ബിഹേവിയർ നമുക്ക് പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലത്തെ ഒരു വേരിയബിൾ എടുക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ചില ഘടകങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയാവില്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടാവുക. ഇപ്പം മാസ്ലോ പറഞ്ഞ ഹൈറാർക്കി ഓഫ് നീഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ്റെ നീഡ്സ് പറയുകയാണെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, അങ്ങനെയാണ് നമുക്ക് പ്രൈഡും പ്രസ്റ്റീജൊക്കെ പിന്നെ ഉണ്ടാവുക എന്ന് പറയാം. പക്ഷേ അങ്ങനെ അല്ലാതെയുള്ള എടുത്തുചാട്ടങ്ങളും നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളെ രക്ഷിക്കാൻ ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടി എന്ന് പറയുമ്പോൾ അയാളുടെ ബാക്കി കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു അവിടെ വിശദീകരിക്കാനാവില്ല. ഹോളിസ്റ്റിക് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ബിഹേവിയറും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ചില രേഖകളും ഘടകങ്ങളും അത് തമ്മിലുള്ള ബന്ധങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ലെവിസ്ട്രോസിൻ്റെ തിയറിയും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഒരുപക്ഷെ നമ്മൾക്ക് വിമർശനങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളെയും കൂടി ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് അതിലെ അവതരണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഹിസ്റ്റോറിക്കലായിട്ട് സംഭവിക്കുന്ന, സമയമെടുത്ത് ഡെവലപ്മെൻ്റലായിട്ട് കാണുന്ന ഒരു കാര്യത്തെയും നമ്മൾക്കിവിടെ വിശദീകരിക്കാനാവും. അടിസ്ഥാനപരമായി ഒരുപോലെയാണെങ്കിലും അതിൻ്റെ ഉപരിപ്ലവമായിട്ടുള്ള പ്രകടനത്തിൽ ബിഹേവിയറിൽ വ്യത്യാസം കാണുമെങ്കിലും
ഉള്ളിൽ ഒന്ന് തന്നെയാണ് എന്നുള്ളത് ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ള അന്വേഷണങ്ങളിലും അകത്തേക്ക് പോകുമ്പോൾ ഒരേപോലെ എന്നുള്ള ഉദാഹരണങ്ങൾ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഒരു 2 ഗവേഷണങ്ങൾ ഈ സമയത്ത് ഓർമ്മ വരികയാണ്. ഒന്ന് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്താണ് വ്യക്തിത്വം എന്നുള്ളത് സത്യത്തിൽ നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, ഒരാളുടെ ക്വാളിറ്റി എന്തൊക്കെയാണോ അതാണ് വ്യക്തിത്വം എന്ന്. അയാൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ വ്യക്തിത്വത്തെ പറ്റി ആലോചിക്കാൻ തുടങ്ങിയത്. കാരണം ഇൻഡസ്ട്രിക്ക് എങ്ങനെയുള്ള ആളുകളെയാണോ വേണ്ടത് അതാണ് നല്ല വ്യക്തിത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വ്യക്തിത്വത്തെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്ന ആളെയാണ് ഒരു സ്കൂള് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ നല്ല കുട്ടി, നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ പേഴ്സണാലിറ്റിയുടെ ഡെഫിനേഷനിലും മാറ്റം വരികയാണ്. അതായത് ഭാഷ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ആ മീനിങ് എന്ന് പറയുന്നത് സാഹചര്യത്തിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന് വളരെ ഇൻറ്റിമേറ്റ് കാര്യങ്ങളിലുള്ള ഒരു ഗവേഷണം. അതായത് ഇൻറ്റിമേറ്റ് പാർട്ട്ണറെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നോക്കിയിട്ടുള്ള അതിൻ്റെ വിശകലനങ്ങളിലേക്ക് പോകുന്ന ഒരു ഗവേഷണത്തിൽ കാണാൻ പറ്റിയത്, പലപ്പോഴും നമ്മൾക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അങ്ങനത്തേതാണ് എൻ്റെ പാർട്ട്ണറെ എനിക്കിഷ്ടം എന്നൊക്കെ പറയുമെങ്കിലും ഒരു തീരുമാനത്തിലെത്തുമ്പോൾ അത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതാണെങ്കിലും ഒരു ഫാമിലി ആലോചിച്ചൊക്കെ ചെയ്യുന്നതാണെങ്കിൽ കൂടിയും നമ്മൾ കിൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണ്. അത് പലപ്പോഴും ഒരു മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളെ പോലെ അല്ലാതെ പെട്ടെന്ന് ചെന്ന് ചാടിയെടുക്കുന്ന ഡിസിഷനായിട്ടാണ് അത് കണ്ടുവരുന്നത് എന്നുള്ളതാണ്. അതിനും തെളിവുകളുള്ള ഒരു നല്ല ഗവേഷണം ഉണ്ടായിരുന്നു. അതും ഈ കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അറിയാതെ ചില പ്രിഫറൻസസുകളാണ് നമ്മളുടെ ഉള്ളിൽ ഉള്ളത്.